അണ്ണാ ആദ്യത്തെ കാറാണ്. അണ്ണൻ തന്നെ അകത്തിരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. അച്ഛാ എന്താടാ അച്ഛനാണോ കാറിന്റെ ഫ്രണ്ടിൽ ഗണപതിയെ കൊണ്ടുവച്ചത്? അതെ, അതിനിപ്പോ എന്താ? ആരോട് ചോദിച്ചിട്ട് ഒരു എയ്ത്തിസ്റ്റായി എന്റെ കാറാണ്. എന്റെ കാറിന്റെ ഫ്രണ്ടിൽ എന്റെ ആരാധനാമൂർത്തിയായ റൊണാൾഡോ ആണ് ഇരിക്കുന്നത്. അത് മനസ്സിലാക്കും. എടാ ഞാനൊരു വിശ്വാസിയാ. ഇത് എന്റെ മോന്റെ കാറാ. ഇത് തൽക്കാലം ഗണപതി ഇരിക്കുള്ളൂ. അത് ഇവിടത്തെ വർത്താനമാണ് വെച്ചാൽ വിശ്വാസയായ അച്ഛന്റെ കാറെന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് എയ്ത്തിസ്റ്റ് ആയിട്ടുള്ള ഈ മകനാണ്. അത് മറക്കരുത്. എടാ നിന്നെ യാഥാർത്ഥ്യമാക്കിയതേ ഈ ഞാനാ. ആദ്യം നീ എന്നെ ബഹുമാനിക്കാൻ പഠിക്ക്. വിഷമാവിലൊരു കാര്യം പറയട്ടെ, ഗണപതി വെറും ഒരു മിത്താണ്. ക്രിസ്ത്യാനോ ഞങ്ങളുടെ മുത്താണ്. ഗണപതി മിത്താണെന്ന് പറഞ്ഞല്ലോ, അടിച്ചിന് ശരിയാക്കളെ ഞാൻ. മര്യാദയ്ക്ക് പണ്ടെടുത്തുന്ന അമ്പലത്തിലോ പൂജിക്കാനായിട്ട് ഇല്ല, കേട്ടല്ലോ? മനസ്സിലായടാ? ഗണപതിക്ക് 5 ബാലൻസ് ഒന്നും ഇല്ലല്ലോ. എന്താ അമ്പലത്തിലേക്ക് വരാന്ന് പറഞ്ഞ ഇപ്പഴാ ഈ വണ്ടിക്ക് ഒരു ഐശ്വര്യം ഉണ്ടായത്. നിനക്കും എന്താ ഒരു ചൈതന്യം നന്നായിട്ടുണ്ട്. ഒരു ശൂലം കിട്ടുമോ? അതെന്തിനാ? ഈ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റിൽ കുത്തി നിർത്താനാ. അതിന്റെ ഒരു കുറവുണ്ട്. അത് കൊള്ളാൻ നല്ല ഐഡിയ ആണല്ലോടാ. അച്ഛാ നീ പോയി വണ്ടി കയറാം. എന്നാ പോവാം. പോയേക്കാം. നീ പുറകോട്ട് നോക്കി. നിന്റെ CR7 അവിടെ ഇരിക്കുന്നുണ്ട്. ഇതപ്പോ വെച്ചത്? എടാ ഇത് നമ്മുടെ ഫാമിലി കാറാ. ഇവിടെ എല്ലാവരുടെ ഇഷ്ടങ്ങൾക്കും പ്രയോറിറ്റി ഉണ്ട്. അച്ഛൻ മേടിച്ചൊരു സാധനം ഞാൻ ഉപയോഗിക്കുമ്പോഴും അച്ഛൻ ഇത് തന്നെ പറയണം. അതൊക്കെ പറയാം. നീ വണ്ടി എടുക്ക്. നമുക്കൊരു പാട്ടിട്ടാലോ? വൈബാക്കാം. പിന്നെന്താ, നീ വണ്ടി ഓടിച്ചോ, ഞാൻ പാട്ടിട്ടോളാം. ഗണപതി ഭഗവാനേ